കേൾക്കണമെന്ന പരീക്ഷത്തിന്റെ ഇച്ഛയാണ് ശ്രീശുക ബ്രഹ്മർഷി കൃഷ്ണകഥകൾ വിസ്തരിച്ച് പറയാൻ തയ്യാറാവാനുണ്ടായ ഒരു കാരണം. അതുകൊണ്ട് മാത്രം ശുഖബ്രഹ്മർഷി പരീക്ഷത്ത് ചോദിച്ചതുകൊണ്ട് മാത്രം കൃഷ്ണകഥകൾ വിസ്തരിച്ച് പറയാൻ പുറപ്പെട്ടു എന്ന് അഭിപ്രായപ്പെടാൻ വയ്യ. എന്നാലും ഒന്ന് പറയൂ എന്ന് ഒരാൾ പറയുമ്പോൾ അങ്ങനെ കേട്ടിട്ട് പറയാൻ ഒന്നും കൂടി ഒരു ഉത്സാഹമുണ്ട്. കാരണം അവർക്കിത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അവര് പ്രകടിപ്പിക്കണം. ആ പ്രാകട്യം കൊണ്ട് വക്താവിന് അവർക്ക് കൃഷ്ണകഥകളോടുള്ള പ്രിയത്തെക്കുറിച്ച് ഒന്നുകൂടി ബോധ്യം വരുമ്പോൾ അതിനൊരു സന്തോഷം. ശുഗമഹർഷിക്ക് അത് വേണ്ടിയിട്ടൊന്നുമല്ല. ശുഗമഹർഷിക്ക് ഇപ്പൊ പരീക്ഷത്ത് ഇത് കേട്ട് സന്തോഷിക്കണമെന്നോ തനിക്കിത് പറഞ്ഞ് സന്തോഷിക്കണമെന്നോ ഒന്നും മോഹമില്ലാത്ത ആളാണ്. അദ്ദേഹം നിർവികൽപ്പ സമാധി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യാത്മാവാണ്. എങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഒരു സാധാരണതയാ ചിന്തിക്കുന്ന സമയത്ത് വേണ്ടത് എന്നതിനാലാണ് വാദപ്രതിവാദങ്ങളായിട്ട് ചോദ്യോത്തരങ്ങളായിട്ട് രണ്ടുപേർ തമ്മിലുള്ള വാർത്താലാപങ്ങളായിട്ട് മിക്കവാറും സ്തുത്യുപദേശാദികളാകുന്ന വിഷയങ്ങളെല്ലാം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇനി ഉപനിഷത്തുകളിലായാലും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു മട്ടിൽ ശുഗമഹർഷിയുടെ അടുത്ത പരീക്ഷിത് രാജാവ് വീണ്ടും വീണ്ടും ഓരോ പ്രകരണങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴും അതൊന്ന് വിസ്തരിക്കണേ, അതൊന്ന് വിസ്തരിക്കണേ, അതൊന്ന് വിസ്തരിക്കണേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കാണാം. അപ്പൊ ശുഗമഹർഷിക്ക് ഇത് ഒന്നും രണ്ടും മൂന്നും തവണയും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതിന് ചുരുക്കി പറഞ്ഞാൽ പോരാട്ടിട്ടാണ് ആ കേൾക്കാനിരിക്കുന്ന വിദ്വാൻ എന്തായാലും ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് വിസ്തരിക്കണേ എന്ന് പറയുന്നത് തീർച്ചയാണ്. ആദ്യം തന്നെ അത് വിസ്തരിച്ചളയാം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ? അതില്ല. വീണ്ടും വീണ്ടും പരീക്ഷിത് രാജാവ് ചോദിക്കുമ്പോഴൊക്കെയും പരീക്ഷിത് രാജാവേ നന്നായി ആ മറുപടി പറഞ്ഞിട്ടാണ് പിന്നെ ഉള്ള കഥകൾ പറയാൻ ആരംഭിക്കുക. അല്ലാണ്ട് വെറുതെ അതെയോ ഇപ്പൊ കഴിയുന്നു തോന്നില്ല 6-7 ദിവസം കൊണ്ട് ഈ വിദ്വാന്റെ ചോദ്യം നിർത്തുന്നില്ലേ എന്നുള്ള ഛായയിലല്ല അർത്ഥം. നന്നായി പരീക്ഷത്തെ അങ്ങയുടെ ബുദ്ധി സമ്യക് വ്യവസിതാ ബുദ്ധിസ്തവ രാജഋഷി സത്തമ വാസുദേവ കഥായാം തേ യജ്ഞാതാ നൈഷ്ഠികീരതിഹി. ഭഗവാൻ വാസുദേവന്റെ കഥകൾ കേൾക്കുന്നതിൽ നിഷ്ഠയോടുകൂടിയ രതി അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ പരീക്ഷത്തെ. അതിന്റെ അർത്ഥം അങ്ങയുടെ ബുദ്ധി നല്ല വഴിക്ക് തന്നെയാ പോയത്. ബുദ്ധി ഉണ്ടാച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തോന്നിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. ആകാശത്തിന്റെ കീഴിലുള്ള ഏത് വിഷയങ്ങളെ കുറിച്ചിട്ടും ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശ. ഇതാണ് ശുഗമഹർഷി ആദ്യം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ശ്രോതവ്യാദീനി കേൾക്കേണ്ടതായിട്ട് മനുഷ്യർക്ക് സഹസ്രശ സന്ധി. ഒന്ന് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പല വിഷയങ്ങളെ കുറിച്ചും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാണ്ട് പറയാൻ വിഷയങ്ങളുണ്ട്. അത് കേൾക്കാനുള്ള കമ്പും ഉണ്ട്. പക്ഷേ ഭഗവത് കഥകളെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾക്ക് എങ്ങനെയാണ് ആ ഭഗവത് കഥകളോടുള്ള ഒരു ആഭിമുഖ്യം എന്നുള്ളത് ശുഗമഹർഷി ഇവിടെ ഒരു വാക്കുകൊണ്ട് ഒരു ശ്ലോകം കൊണ്ട് ഇവിടെ അത് കാണിച്ചു തരികയാണ്. ഭഗവാന്റെ അഘാസുരവധം അത് കഴിഞ്ഞ സമയത്ത് പരീക്ഷിത് രാജാവിനോട് പറയാണ് സതാം അയം സാരഭൃതാം നിസർഗ യദർത്ഥവാണീ ശ്രുതി ചേതസാമപി പ്രതിക്ഷണം നവ്യവൽ അച്യുതസ്യ സ്ത്രിയാ വിടാനാമിവ സാധുവാർത്ത. ഗുരുവായൂരപ്പന്റെ ഭക്തജനങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കുറിച്ച് കേൾക്കണ സമയത്ത് അവരുടെ ഉള്ളിലുള്ള ആ കൃഷ്ണകഥകളോടുള്ള ഈ നൈഷ്ഠികീരതി അത് ഏകദേശം എങ്ങനെ ഇരിക്കും? ഇവർക്ക് ഈ കൃഷ്ണകഥകൾ കേൾക്കാച്ച വലിയ കമ്പാണെന്ന് പറഞ്ഞാൽ അതിപ്പോ ഏതുപോലെ ഇരിക്കും? പഞ്ചാരപ്പായസം ഉറപ്പിയാൽ അതിങ്ങനെ ഉണ്ണാനുണ്ടാകുന്ന ഒരു കമ്പം പോലെയാണോ കൃഷ്ണകഥകൾ കേൾക്കാൻ? അല്ല, അതിന് അത്ര നിഷ്ഠ ഉണ്ടായിക്കോളന്നില്ല. കാരണം കുറച്ചൊക്കെ അങ്ങനെ നിറഞ്ഞിറങ്ങിയാൽ പിന്നെ എന്താണ്
ആകണ്ഠം, ആമാസം, ആശിരസ്കം ഒക്കെ കഴിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും? നീ മതിയാക്കാവും ഭേദം. ഇനി താൻ മതിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്റെ കഥ ഞാൻ കഴിക്കാവും ഉണ്ടാവുക എന്നുവരെ കഴിക്കുന്ന ആളുകൾ പറഞ്ഞു വരും. പക്ഷേ എത്രയായാലും മതിയാവാത്ത തരത്തില് കൃഷ്ണകഥകൾ കേൾക്കണോ ഭക്തജനങ്ങൾ, നിഷ്ഠയോട് കൂടിയിട്ടുള്ള രതി അവർക്ക് കൃഷ്ണകഥകളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏതുപോലെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അതിലൊരു മാതൃക ഏതാണ്ട് ഇതുപോലെയാണ് എന്ന് പറയാൻ പറ്റുന്നത്. എങ്ങനത്തെയാണ്? സ്ത്രീയാ വിടാനാം ഇവ. വിടന്മാർക്ക് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള വിഷയാസക്തി വരുന്നതായിട്ടുള്ള കഥകള് ഒന്ന് കഴിഞ്ഞ് അടുത്തതായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കണ സമയത്ത് എന്നിട്ട് അടുത്തത് പറയാ, എന്നിട്ട് വേറെ പറയാ, ഇനി അങ്ങനെ അവര് ആ ഉത്സാഹം കാട്ടുന്നത് ഏതുപോലെയാണോ അതേപോലെയാണ് ഭക്തജനങ്ങൾക്ക് എന്തൊരു താല്പര്യമാണ്. വീടന്മാരൊക്കെ സ്ത്രീകളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് അല്ലേ അവര് പഠനം വേണ്ടാന്ന് വെക്കണു, പ്രവൃത്തി വേണ്ടാന്ന് വെക്കണു, എവിടേക്കോ പോവാം. താൻ എന്ത് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ, താൻ പറയാ, അത് കഴിഞ്ഞിട്ടേ ഞെള്ളു വിടുന്നത് എന്ന് പറഞ്ഞു ഉത്സാഹിച്ച് അത് കേൾക്കണത് പോലെയാണ് ഭക്തജനങ്ങൾക്ക്. അവര് നിക്കണ നിപ്പില് നമ്മളൊക്കെ ഗുരുവായൂരൊക്കെ ധാരാളം വരുന്ന ആളുകൾക്ക് ഇതൊക്കെ ചിരപരിചിതമാണ്. കാരണം ഏതെങ്കിലും ഒരു ഭക്തനെ കാണും. അങ്ങനെ പ്രദക്ഷിണം വയ്ക്കാൻ പുറപ്പെട്ട ഈ വിദ്വാൻ ഒപ്പമുള്ള ആൾക്കാർ ഇയാളെ നോക്കിയിട്ട് കുറെ നേരം ഈ പിന്നാക്കം നോക്കിയിരിക്കണു. എന്താ ഈ ഭക്ഷണം വരാത്തത്? ഇയാളെ ഏതോ ഭക്തന്റെ വായിൽ പെട്ടതാ. അപ്പൊ ഈ പറയണ ആൾക്കും ബോധമില്ല, കേൾക്കണ ആൾക്കും ബോധമില്ല. എന്തോ ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ ഇത് പറയണ ആൾക്ക് ഇയാൾക്ക് ഇവിടുന്ന് പോകേണ്ടതാണെന്ന് പറയണ ആൾക്ക് ബോധമില്ല. അയാൾ കയ്യെ പിടിച്ചു. എന്നിട്ട് അന്നൊരു ദിവസം എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പന്റെ കഥ പറയാ. എന്നാ ഈ കേൾക്കണ ആൾക്കൊരു ബോധം ഉണ്ടാവണം, എന്നെ കാത്ത അവിടെ ചില നിൽക്കുന്നുണ്ടാകുന്നു. അതുമില്ല. അയാളും ബോധമില്ലാണ്ട് ഇത് കേട്ടുകൊണ്ട് വരും. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് പരിചയമുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു നിഷ്ഠയോട് കൂടിയതായ എന്നാലും കുറച്ചൊക്കെ ആ വിഷയസംഘം കൊണ്ട് നമുക്ക് ഇത്തിരി നേരമൊക്കെ കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ കേട്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബോധം വരും. ഞാൻ ഇന്ന ആള്, ഇന്ന ദിക്കിലിരിക്കുന്ന ആള്, ഇന്ന പ്രവൃത്തി ചെയ്യുന്ന ആള്, ഇന്ന ആവശ്യത്തിനായിട്ട് ഇവിടെ വന്ന ആള്, എൻ്റെ കൂടെ തന്നെ ആളുകളൊക്കെ ഉണ്ട്, എനിക്കിത് കഴിഞ്ഞിട്ട് വേറെയും പണിയുണ്ട്, ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞിട്ട് ഒരു പണിയില്ല, പിന്നെ ഇയാൾ പോവാൻ സമ്മതിക്കണമില്ലല്ലോ എന്ന് തോന്നി പോവുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്ത്, നമുക്ക് ആ നൈഷ്ഠികയായിട്ടുള്ള രതി വന്നത്. ശുഗമഹർഷിയുടെ ഓരോ കഥകൾ പറയൽ കഴിഞ്ഞാലും ഭാഗവതോത്തമോത്തമനായിരിക്കുന്ന ആ മഹർഷിയോട് ആ ഇതുവരെയുള്ള ഉത്സാഹം കൂടുതലായിട്ടുള്ളൂ. പരീക്ഷിത് രാജാവിന് ഒരു തവണ പോലും അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കണ സമയത്തോ ശുഗമഹർഷിക്ക് ഉത്തരം പറയണ സമയത്തോ ഉത്സാഹം കുറേയായിട്ടാണ്. കുറെ അതിലേക്ക് ഇത് പറയണു, ഞാൻ മുമ്പപ്പത് പറഞ്ഞൂലോ പരീക്ഷത്തെ, ഇനിയിപ്പോ അത് ആദ്യം പറയണോ? അങ്ങനെയല്ല. പല ദിക്കിലും ശുഗമഹർഷി അത് പിന്നെ പറയാം, പശ്ചാത് വക്ഷ്യാമഹ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കും. അത് പറയാണ്ട കൗളിക്കൊന്നുമില്ല. പിന്നെ പറയാന്ന് പറഞ്ഞാൽ ഇനി പറയണ്ട, പിന്നെ പറയാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ. അങ്ങനെയല്ല, പിന്നെ പറയാത്ത പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കും. അത്തരത്തിൽ ഒരു പറയണ ആളുടെ ഉത്സാഹം, അത് കേൾക്കണോടത്തുള്ള പരീക്ഷത്തിന്റെ ഉത്സാഹം, ആ ശ്രോതാവിന്റെയും വക്താവിന്റെയും പരസ്പരമുള്ളതായിട്ടുള്ള ആ ശ്രദ്ധയും തൻ്റെ പ്രവൃത്തിയില് തൻ്റെ ആ അനുഭൂതിയില് വളരുന്നതായിട്ടുള്ള ആ ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കാൻ സാധിക്കലും അത് ഓരോ പ്രകരണം കഴിഞ്ഞാലും കാണാൻ സാധിക്കും. ഓരോ അധ്യായം തുടങ്ങുന്ന സമയത്തും ആനന്ദമായിട്ടാണ് ശുഗമഹർഷി അതങ്ങനെ പറഞ്ഞു തുടങ്ങുക എന്നുള്ളതും ആ അധ്യായങ്ങൾ തുടങ്ങുന്ന സമയത്ത് സാധുപൃഷ്ടം മഹാഭാഗ ത്വയാ ഭാഗവതോത്തമ. അങ്കിലും ഭാഗവതോത്തമോത്തമെന്ന് ശുഗമഹർഷിയെ കുറിച്ച് സൂത മഹാശയൻ പറയുമ്പോൾ ശുഗമഹർഷി പരീക്ഷത്തിന് എന്താ സംബോധന ചെയ്യുന്നത്? ഭാഗവതോത്തമ എന്ന് അങ്ങട് സംബോധന ചെയ്യുന്നു. അങ്ങനെ നന്നായി അങ്ങയുടെ ചോദ്യം എന്ന് പ്രശംസിക്കുന്നു. ഇങ്ങനെ ഓരോ കഥകളിലും കാണാം. നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ വായിച്ച അധ്യായത്തിൽ ഉള്ള ഒരു രംഗം പോലെയാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. ഏതുപോലെ?
ക്രീഡാസക്രേഷു ഗോപേഷു തദ്ഗാവോ ദൂരചാരിണീഃ സ്വൈരം ചരന്ത്യോ വിവിശു തൃണലോഭേന ഗഹ്വരം അജാഗാവോ മഹിഷ്യശ്ച നിർവിശന്ത്യോ വനാത്മനം ഇഷീകാടവീം നിർവിദിഷു വന്ദന്ത്യോ ധാവതരിഷിതാഃ. ക്രീഡാസക്തരായിട്ട് ഗോപക്കൂട്ടുകാരൊക്കെ ഒരു ഭാഗത്ത് കളിക്കുന്നു. പശുക്കളൊക്കെ ദൂരത്താണ്. ആ പശുക്കളെ കൃഷ്ണന്റെ അടുത്ത് നിന്ന് വിട്ട് തൃണലോഭേന ഗഹ്വരം വിവിശുഹു. അവരങ്ങനെ തൃണലോഭം കൊണ്ട് ചരിക്കുക, പുല്ലിനോടുള്ള മോഹം കൊണ്ട് അവരങ്ങനെ ആ പച്ച അങ്ങനെയാണല്ലോ പൈക്കൾ ഇങ്ങനെ നല്ല നല്ല പുതിയ പുതിയ പുല്ല് ഇങ്ങനെ കാണുന്ന മറുപുല്ല് കാണുന്ന സമയത്ത് അവരതിങ്ങനെ കറുപ്പി 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 അങ്ങനെ നടന്ന് 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 അങ്ങനെ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണല്ലോ ഇതിനെ അള്ളു കെട്ടിയിടുന്നത്. എന്നിപ്പോ കെട്ടിയിടേണ്ട ആവശ്യമില്ല, കുറച്ചങ്ങോട്ട് പോയാൽ ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ പരിങ്ങാം എന്നതിന് തോന്നില്ല. അത് മേപ്പെട്ട് നോക്കന്നെ ഇല്ല പയ്യെ, അതങ്ങനെ തലയും കിഴപ്പെട്ടാക്കിയിട്ട് അങ്ങനെ ആ പുല്ലും കറുപ്പി അങ്ങനെ നടന്നു നടന്നു. ഇതൊന്നല്ല, അജാഗാവ മഹിഷ്യശ്ച, ആ പശുക്കളുണ്ട്, അതുപോലെ വലിയ വലിയ ആടുകളുണ്ട്, ആ മഹിഷങ്ങളുണ്ട്. ഇവരൊക്കെ മഹിഷികൾ എന്നാണ്, ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും അങ്ങനെ ആ പുല്ല് അന്വേഷിച്ച് നടന്ന് 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 ഇഷീകാവടി എത്തിയോ? അങ്ങനെയാ ചിലരൊക്കെ വായിക്കുക. കാവടിയല്ല, ഇഷീക ആടവി. ഇഷീകം എന്ന് പേരായ അല്ലെങ്കിൽ ഇഷീകങ്ങളുടേതായ അടവി. ഇഷീകാവടി ഇഷീകാവടി കേട്ട് പരിചയമുണ്ട്, വായിച്ചു നോക്കണം. അല്ല അങ്ങനെയല്ല, ഇഷീക ആടവിയും നിർവിവിശു. അപ്പോ അവിടെ അതിഭീകരമായ തീയും ചൂട്, എവിടെയും വെള്ളമില്ല, ഈ പുല്ല് മാത്രം കൊണ്ടുള്ളൊരു കാട്. അപ്പൊ അവിടെ വെള്ളമൊന്നുമില്ല, വീക്ക് ദാഹിക്കണം. ചുട്ടു പഴുക്കണ വെയില്, തീയ് പോലത്തെ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഈ പശുക്കളെ ആണെങ്കിൽ കാണാനുമില്ല. ഗോപന്മാരൊക്കെ നോക്കണ സമയത്ത് ഈ പുൽക്കാടിന്റെ ഉള്ളിലേക്ക് ഇവരിങ്ങനെ നടന്ന് 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 നടന്നങ്ങട് കടക്കണതേ കണ്ടുള്ളൂ. ആ ഉണങ്ങിയ പുല്ലിന്റെ ഇടയില് ഇവരെ കാണാണ്ട് ആവാൻ നോക്കണം പുല്ലുണ്ടപ്പോ, അത്ര അധികം ഉയർന്നു നിൽക്കണ പുല്ലുണ്ട്. ആ പുല്ലുള്ളതിന്റെ ഉള്ളിലേക്ക് ഇവര് കടന്ന് ചെന്ന സമയത്ത് മുഞ്ചാടവ്യം ഭ്രഷ്ടമാർഗം ക്ലന്ദമാനം സ്വഗോധനം സംപ്രാപ്യ തൃഷിതാശ്രാന്തവർത്തയൻ. അവിടെയൊക്കെ പോയി നോക്കി കുട്ടികള്, പൈക്കളെ കാണാനില്ല. അവർക്കും ദാഹിക്കുന്നുണ്ട്, അവർക്കും ചുട്ടിട്ട് വയ്യ, പൈക്കളെ കാണാനുമില്ല. ക്ഷീണിച്ചു, സങ്കടം വന്നു. എല്ലാവരും കൂടി തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നു. സ്വതവേ ഭഗവാൻ വിളിച്ചാൽ ഓടി വരുന്നവരാണ് ഈ പൈക്കള്. ആഹൂത ഭഗവത മേഘഗംഭീരയാ ഗിരാ സ്വനാം നിനദം ശ്രുത്വാ പ്രതിമേതു പ്രഹർഷിതാഃ. സ്വതവേ ഭഗവാൻ വിളിച്ചാൽ ഓടി വരും. ഭഗവാന്റെ മേഘഗംഭീരമായിരിക്കുന്ന ശബ്ദം കേട്ടാൽ വരും. അവർക്കൊക്കെ ഓരോ പേരൊക്കെ ഉണ്ട്, പൈക്കളൊക്കെ അനവധി പൈക്കളുണ്ട്. ഭഗവാൻ സഹസ്രനാമമുള്ളത് പോലെ ഓരോ പൈക്കളൊക്കെ ഓരോരോ നാമങ്ങളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഭഗവാൻ ഓരോരോ പേര് വിളിക്കും. അത് വിളിച്ചാൽ അവരൊക്കെ ഓടി വലിയ പതിവ്. ഇപ്പൊ എന്തുണ്ടായി, അവര് പ്രതിനേതു പ്രഹരിഷിത, അവര് തിരിച്ചതേപോലെ മേന്ന് ശബ്ദം ഉണ്ടാക്കി എന്നല്ലാണ്ട് അവർക്ക് സന്തോഷം തോന്നി. ഭഗവാന്റെ ശബ്ദം കേട്ടപ്പോ അവർക്ക് വരാൻ പറ്റില്ല. അതെന്താ വരാൻ പറ്റാനുള്ളത്? അതോ വനധൂമകേതു യദൃച്ഛയാ ഭൂക്ഷയത് വനൗകസ്തുകളെ ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വനധൂമകേതു അവിടെ വന്നു.
അത്യധികം ഭീകരമായ കൊടും കാറ്റ്, ചുട്ടുപഴുത്തതായിട്ടുള്ള ആ കാറ്റ് സമീരിത സാരഥിനൊൽബണൊൽമുഖൈഹി വിലേലിഹാന സ്ഥിരജംഗമാൻ മഹാൻ. സ്ഥിരജംഗമങ്ങളായിരിക്കുന്ന സർവ്വതിനെയും അങ്ങനെ നക്കിയെടുക്കുന്നത് പോലത്തെ തീയായിട്ട് കാറ്റത്ത് ആ പുല്ലങ്ങൾ കൂട്ടി ഉരസിക്കാൻ തീയ നല്ല ഉണങ്ങിയ പുല്ലാണേ. തീ പിടിക്കാൻ വേഗം എളുപ്പം. പുല്ലിൽ തീ പിടിച്ചാൽ പിന്നെന്താ സമന്തതയാണ്. 4 ഭാഗത്തുനിന്നും തീയ്. ഈ പൈക്കൾ അതിന് നൽകിയാൽ പറ്റും. അതാണ് ഇവരവിടെ സന്തോഷമായിട്ട് അവര് ശബ്ദിച്ചു, ഇങ്ങോട്ട് വരാൻ പറ്റില്ല അവർക്ക്. ഇത് കണ്ട് ഗോപന്മാരൊക്കെ ആകെ പരിഭ്രമിച്ചു. അവര് കൃഷ്ണനോടും രാമനോടും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അവര് ഭഗവാനോട് പറഞ്ഞതെന്താ? നൂനം ത്വദ്ബാന്ധവാ കൃഷ്ണ ചാരിഹന്തി അവസീരിതു. കൃഷ്ണ, കൃഷ്ണന്റെ ബന്ധുക്കളല്ലേ ഞങ്ങൾ ദുഃഖിക്കാൻ പാടില്ല. അത് കൃഷ്ണൻ മനസ്സിലാക്കുന്നതാണ്. വയം ഹി സർവധർമ്മജ്ഞ ത്വം നാഥാഃ ത്വൽപരായണാഃ. അല്ല, നിങ്ങൾക്ക് ഞാൻ എന്നെ രക്ഷിച്ചോളണം എന്താ നിർബന്ധം? രക്ഷിക്കാൻ സാമർഥ്യമുള്ള ഒരു പലരുണ്ടല്ലോ പ്രപഞ്ചത്തില്. ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ പോരെ എന്നാണെങ്കിൽ അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ. ഞങ്ങൾക്ക് നാഥൻ കൃഷ്ണൻ മാത്രമേ. കൃഷ്ണനാകുന്ന നാഥനോട് കൂടിയവരാണ് ഞങ്ങള്. ത്വന്നാഥാഃ ത്വൽപരായണാഃ. ആ കുന്തിദേവി തന്റെ സ്തുതിയില് ഭഗവാനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വയം എന്താണ്? വിഷാൻ മഹാഗ്നേ പുരുഷാദ ദർശനാദ് അസത്സഭായ വനവാസ കൃത്സത മൃധേ മൃധേനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിത. ഞങ്ങളെ ഇക്കണ്ട ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിച്ചതാരാ? കൃഷ്ണന്. ഇങ്ങനെ ആപത്തുകൾ വന്നപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ശരണം പ്രാപിക്കുകയായിട്ടാണോ ഞങ്ങളുണ്ടായത്? അല്ല, ഞങ്ങൾക്കൊക്കെ നീയ കൃഷ്ണനാകുന്ന നാഥനോട് കൂടിയവരായിരുന്നു ഞങ്ങൾ. ത്വയൈവ നാഥേന മുഹുഹു. അല്ലേ? ഞങ്ങൾക്ക് ഓരോ ആപത്തുകൾ വന്നപ്പോഴും ത്വയാ നാഥേന ഏവ, അങ്ങാവുന്ന നാഥനാൽ തന്നെ ഞങ്ങൾ രക്ഷിതരായി. വേറെ ആരും ഞങ്ങളെ രക്ഷിക്കാം, ഞങ്ങളോട്ട് ആരെങ്കിലും വേറൊരാൾ വന്ന് രക്ഷിക്കട്ടെ എന്നും ആഗ്രഹിച്ചിട്ടില്ല. ആരോടെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവർ പരമ്പരയായിട്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ആ വ്രതം. പാഹി പാഹി മഹായോഗിൻ എന്ന് പറഞ്ഞു ഉത്തര. ഈ ആണുങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഇത്ര ആളുണ്ടായിരുന്നില്ലേ പാണ്ഡവരൊക്കെ? അവരാരെങ്കിലും ഒക്കെ രക്ഷിക്കട്ടെ എന്ന് തിരിച്ചോ? ഇല്ല. ഒരു സംശയമില്ലാണ്ട് ഭഗവാനെ ഒരു ശരണം പ്രാപിച്ചു. അല്ലേ ഉണ്ടായത്? അപ്പോ ഞങ്ങള് ത്വയാ നാഥേന ഏവ, അങ്ങാകുന്ന നാഥനാൽ രക്ഷിതരായവരാണ് നിങ്ങൾ എന്ന് പറയണത് പോലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ നാഥനായിട്ട് കണക്കാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങേക്ക് അതിനുള്ള സാമർഥ്യം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങെന്ത് വേണം? അങ്ങയുടെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കി ഞങ്ങളെ രക്ഷിച്ചോളണമെന്ന്. ഇത് ഭക്തജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. അല്ലെങ്കിൽ വെൽപ്പത്തൂര് പറയൂ, അകീർത്തി സ്തേമാഭൂത് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ വേണ്ട, എന്നെ രക്ഷിച്ചില്ലെങ്കിൽ അങ്ങേക്കാ കുഴപ്പം. കുന്തിദേവി പറഞ്ഞതുപോലെ, ഈ കുട്ടികൾ പറഞ്ഞതുപോലെ, രുക്മിണി എന്താ പറഞ്ഞത്? രുക്മിണി തന്നെയല്ലേ പറഞ്ഞത്? അഥവാ അങ്ങ് വന്നില്ല എന്നുണ്ടെങ്കിൽ ശരണം യതിമാം ത്വമുപേക്ഷസേ സപതി ജീവിതമേവ ജഹാമ്യഹം. അശരണയായ അല്ലേ? ഇവർക്കൊക്കെ പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നമുക്ക് ആ ഉറപ്പില്ല. അതാ പറയേണ്ടത് അതാണ്. അപ്പൊ ഇത് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. അശരണയായ എന്നെ യതിത്വം ഉപേക്ഷസേ, അശരണയായ എന്നെ അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നെ എന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരൊറ്റ ആളില്ല.
ഞാൻ രക്ഷിക്കാലോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ വന്നു വെച്ചാൽ അത് അങ്ങല്ലാണ്ട് വേറൊരാളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാവാം. അല്ലെങ്കിൽ അങ്ങല്ലാണ്ട് വേറൊരാളാലും രക്ഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന. അല്ലേ? ഇനി എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും തസ്യ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം ജന്മനി ജന്മനി സ്യാൽ. അദ്ദേഹം ഈ ഭഗവാന്റെ, ഏത് ഭഗവാന്റെ? എന്നെ യാതൊരാൾ ഇങ്ങനെ സർവസമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിച്ചുവോ ഈ ഭഗവാന്റെ മൈത്രി സൗഹൃദം ഇതല്ലാണ്ട് ഒരു വസ്തു എനിക്ക് വേണ്ട. വേറെ ആരും ഞാൻ എന്തൊക്കെ തരാന്ന് പറഞ്ഞാലും അതെനിക്ക് വേണ്ട. എനിക്ക് ആകെ ഒരൊറ്റ ആളുടെ അനുഗ്രഹമേ വേണ്ടുള്ളൂ. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പൊ ഇങ്ങനൊരു മറ്റൊരു നാഥനില്ല എനിക്ക് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ത്വന്നാഥാഹ ത്വൽപരായണാഹ ത്വൽബാന്ധവാഹ ന അവസീതും അരിഹന്തി. അവര് ദുഃഖിക്കാൻ പാടില്ല. അത് അങ്ങയുടെ, അങ്ങ് അവരെ രക്ഷിച്ചില്ലെങ്കിൽ അങ്ങയുടെ വാക്ക് തെറ്റിക്കുന്നതിന് തുല്യവും. എന്റെ ഭക്തരെ ഞാൻ നോക്കിക്കോളാം എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് തെറ്റിച്ചതിന് തുല്യാവില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചേ മതിയാവൂ. അപ്പോ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭക്തത ജനങ്ങളും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ദാർഢ്യം നോക്കൂ. അത് പറയണോർത്ത് അവർക്ക് ഒരു നാണക്കടവും ഇല്ല. കുട്ടികളൊക്കെ മിഠായി വേണമെന്ന് അച്ഛനോട് പറയുന്ന സമയത്ത് വല്ല പരിഭ്രമമുണ്ടോ? പിന്നെ വേറെ ആരോടെ ഞങ്ങൾ പറയുക? എന്റെ അച്ഛനോടല്ലാണ്ട് പിന്നെ എന്റെ അച്ഛനോട് പറയാൻ പറ്റുമോ? അല്ലേ? അല്ലേ? അതുപോലെ അവർ പറയുന്നത് അവരുടെ ആ ഒരു അടുപ്പം, ആ അടുപ്പം കൊണ്ടുണ്ടാവുന്നതായ കൃഷ്ണനോട് ഞങ്ങൾക്കത് പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം. ബാന്ധവ, നന്റെ കൂട്ടുകാരാ ഞങ്ങളാണ് ഗോപന്മാര് പറയുന്നു. ഇത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് എത്ര സിമ്പിളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. മാ ഭരിഷ്ട, പേടിക്കൊന്നും വേണ്ട. നിമീലയത ലോചനാനി, ഒന്നാ കണ്ണടച്ച് തുറന്നാൽ അത്രേ വേണ്ടു. എന്ന് വെച്ചാൽ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രയും എനിക്ക് അത്രേ വേണ്ടു. നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി. നിങ്ങളാ ഇരിക്കുന്നോടത്ത് ഇരുന്നിട്ട് ഒന്ന് കണ്ണടച്ച് തുറന്നാൽ മതി. പീഡാസക്തരായിട്ട് നടക്കുന്ന സമയത്തായാലും നിങ്ങളുടെ ഇന്ദ്രിയങ്ങള് പല തൃഷ്ണകളുടെയും പിന്നാലെ ഓടിപ്പോയിട്ട് വിഷയസുഖഭോഗങ്ങളാകുന്ന കാട്ടുതീയിൽ പെട്ടു. ഇനി ഞങ്ങളെ രക്ഷിക്കാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ സമയത്തായി റിയലൈസേഷൻ പറയുന്നത്. തതസമന്താത് വനധൂമകേതു, 4 ഭാഗത്തുനിന്നും താൻ ഇത്ര കാലം തൃണലോഭം കൊണ്ട്, നാനാവിധങ്ങളായ ഭോഗങ്ങളോടുള്ള ആസക്തി കൊണ്ട് കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറും ഭേദമില്ലാണ്ട് നടന്ന് തിന്ന് അവസാനം 4 ദിക്കിന്നും തീയങ്ങട് വരുമ്പോഴാണ് കൃഷ്ണ പെട്ടുട്ടോ, ഇനി നീയെ രക്ഷിക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉപേക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ ഇങ്ങനെ ഇത് തിന്നു നടക്കാൻ ഇയാൾക്ക് തോന്നി തന്നെ ഒരു പക്ഷെ എന്തുകൊണ്ടാ, ഞാൻ ലേശ അബദ്ധം കാട്ടിയാലും ഭഗവാൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഭഗവാന്റെ രക്ഷാസാമർഥ്യത്തോടുള്ള അതിനോടുള്ളൊരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇയാള് അങ്ങനെ നടന്നോട്ടെ എന്ന്, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നത് എന്ന് കണക്കാക്കി ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചോളണം എന്നുള്ള പ്രാർത്ഥനയാണ്. ആ 4 ഭാഗത്തു നിന്നും തീയങ്ങൾ വന്ന് അതിന്റെ നടുക്കിൽ പെടുന്ന സമയത്ത് കൃഷ്ണ എന്ന് വിളിച്ചാൽ ഈ ഭഗവാന്റെ രക്ഷിക്കാനുള്ള സാമർഥ്യം കണ്ണടച്ച് തുറക്കണ വേഗത്തില് ഭഗവാൻ രക്ഷിക്കും. ഈശ്വരേട്ടൻ അന്യത്തിന്റെ കൂടെ അനവധി കാലം ഉണ്ടായിരുന്ന പുണ്യാത്മാവ്, അദ്ദേഹം അതുപോലൊരു കടമ്പ കടന്നു വന്നിട്ടുള്ള ആളാണ്.
കണ്ണടച്ച് തുറക്കണ പോലെയാണ് അദ്ദേഹത്തെ ഗുരുവായൂരപ്പൻ രക്ഷിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം പറയുന്നത്. അപ്പൊ എവിടുന്നൊക്കെയാണ് അന്ന് ഗുരുവായൂരപ്പന്റെ കൈകള്, കണ്ണുകള്, ഗുരുവായൂരപ്പന്റെ പാദങ്ങള്, ഗുരുവായൂരപ്പന്റെ മനസ്സ് തന്നെ അനുഗ്രഹിക്കാനായിട്ട് ഓടി ഓടി വന്നത്? അത് മാത്രമല്ല, എന്തുകൊണ്ട്? ഇത് സത്സംഗത്തിന്റെ മഹിമയാണെന്നുണ്ട്. ഇതുകൂടി ആ തിരിച്ചറിവോട് കൂടിയിട്ട് ഭഗവാന്റെ സ്നേഹത്തെ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാനോടുണ്ടാകുന്ന വിശ്വാസം, അതുമൂലം ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം, അതുമൂലം ഭഗവാൻ അവരെ കുറെയൊക്കെ ടെൻഷൻ അടിക്കും. 4 ഭാഗത്തുനിന്നും തീങ്ങനെ വരുന്ന സമയത്ത്. അപ്പോഴാണ് പേടിക്കണത്. രുക്മിണി ബോധം കെട്ടി വീടില്ലേ ഭഗവാന്റെ ചില ഡയലോഗ് കേട്ടപ്പോ? ആ ബോധം കെട്ടി വീണപ്പോ എന്താ ഭഗവാൻ? മാ പേടിക്കാണ്ടിരിക്കും രുക്മിണി. വാമലോചനേ. ഞാനൊരു തമാശക്ക്, നല്ല തമാശയല്ലേ, വിവാഹം കഴിഞ്ഞ അനവധി കാലം കഴിഞ്ഞിട്ടേ മകന്റെ മകൻ 2ാമത് കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ആ ഭഗവാന് അഭിപ്രായം, രുക്മിണി അന്നെടുത്ത തീരുമാനം അത്ര ശരിയായില്ല എന്ന് തോന്നുന്നു, രുക്മിണി അന്ന് അത്ര ആലോചിച്ചില്ല തോന്നുന്നു. അപ്പൊ ഇത് പറയണത് കേട്ടപ്പോ പോലും രുക്മിണിക്ക് തന്നെ ഉപേക്ഷിക്കുമോ ഭഗവാൻ ഒരു പരിഭ്രമം തോന്നുമ്പോഴേക്കും ബോധം കെട്ട് വീഴാൻ തോന്നുള്ളൊരു സ്നേഹം ഭഗവാനോട് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഭഗവാൻ കണ്ടില്ല, നടിക്കില്ല. അപ്പൊ അത്തരത്തിലൊരു ദാർഢ്യം, സ്നേഹദാർഢ്യം ഭഗവാനോട് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ നിശാമ്യ വിസ്മിതാ ആസൻ ആത്മാനം ഗാശ്ച മോചിതാ. തൻ്റെ ദേഹസംബന്ധികളായിരിക്കുന്നതായ സർവവും, അന്തരംഗവും ബുദ്ധിയും എല്ലാം എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതായിട്ട് ഒരു മുക്തന് അനുഭൂതി ഉണ്ടാവുന്നതിനെ ഇവിടെ ആ കാട്ടുതീയിൽ നിന്ന്, വിഷയങ്ങളാകുന്ന കാട്ടുതീയിൽ അതെത്ര വേഗമാണ് പടരുക, അതെത്ര വേഗമാണ് ആക്രമിക്കുക, അതെത്ര വേഗമാണ് നമ്മളെ അപകടത്തിലാക്കുക. അതിൽ നിന്ന് ഭഗവാൻ വളരെ വേഗത്തിൽ അവരെ രക്ഷിച്ചതായിട്ടുള്ള ഇഷീകാടവിയിലെ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള വളരെ ചെറിയൊരു അധ്യായമാണ്. ആ ഒരു അധ്യായത്തില് കൃഷ്ണന്റെ യോഗവീര്യം, ഭഗവാന്റെ വൈഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. ഭഗവാന്റെ മഹിമ എന്ന് പറയുന്നത് ആ മായയെ തന്നെ, പ്രപഞ്ചത്തെ മുഴുവനും വട്ടത്തിലാക്കണ മായയെ തന്നെ ഒരു കളിപ്പാട്ടാക്കിയിട്ടുള്ള ഭഗവാൻ. യോഗമായാനുഭാവിതം നോക്കണം. അപ്പൊ ഓരോ വാക്കുകളും അവിടെ വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ ഇങ്ങനെയൊക്കെ ആ ഭഗവാന്റെ മഹിമയെ കുറിച്ചിട്ട് ഓർമ്മ വെച്ചോളൂ, ഭഗവാൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞോളൂ എന്ന് അവര് കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ട കഥയിലൂടെ. പിന്നെ അവരിങ്ങനെ പാട്ടും പാടി അങ്ങോട്ട് പോയതുപോലെ തന്നെ കളിച്ച് തിരിച്ച് അവരുടെ ഗോഷ്ഠീയങ്ങളിലേക്ക്, ആ തൊഴുത്തുകളിലേക്ക് പശുക്കളെയൊക്കെ തിരിച്ചു കൊണ്ടുപോയി ആക്കി. ഗോപികൾക്ക് ഭഗവാന്റെ ആ തിരിച്ചുവരവ് ഒറ്റ ശ്ലോകം, ആ അധ്യായത്തിന്റെ അവസാനത്തിൽ ആ ഒരൊറ്റ ശ്ലോകത്തിലെ ഗോപികളെ കുറിച്ചൊരു സംഗതി അവിടെ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഗോപന്മാരുടെ കാട്ടുതീയിന്റെ കഥയൊക്കെ പറയാം. ഈ ഒരൊറ്റ ശ്ലോകം പക്ഷേ അനുസ്മരണീയമായൊരു ശ്ലോകമാണ്. ഗോപീനാം പരമാനന്ദ ആസീത് ഗോവിന്ദ ദർശനെ ക്ഷണം യുഗശതമിവ യാസാം യേന വിനാ ഭക്തി. യേന വിനാ ഭഗവാനെ കൂടാതെ ക്ഷണം, ഒരു ക്ഷണം അവർക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? യുഗശതമിവ, ഒരു 100 യുഗം പോലെയാണ് അവർക്ക് ഒരു ക്ഷണം ഭഗവാനെ കൂടാണ്ടിരിക്കുമ്പോ വിഷമം ഉണ്ടായിരുന്നത്. നമുക്ക് ഭഗവാനെ കുറിച്ച് ഓർക്കാതിരിക്കുന്ന സമയത്ത്, ഭഗവാനെ കാണാണ്ടിരിക്കുന്ന സമയത്ത്, ഭഗവാനെ കുറിച്ച് കേൾക്കുകയോ പറയുകയോ ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് വല്ല കുശലുണ്ടാവും. എന്നിട്ട് അവിടെ അങ്ങനെ പോയി നിന്നിട്ട് എന്നാലും ഭഗവാൻ എന്നെ തിരിഞ്ഞു നോക്കി, എന്റെ ഗതി ഇങ്ങനെയായില്ലോ, എനിക്കിങ്ങനെ വന്നുല്ലോ, എന്തേ ഞാൻ മാത്രം? ഇതങ്ങനെയല്ല. ഭഗവാനുമായിട്ടുള്ള അവരുടെ ബന്ധവും നമ്മുടെ ബന്ധവും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെയാണ്. അവർക്കൊരു ക്ഷണം യുഗശതം പോലെയാണ് തോന്നിയത്. അങ്ങനെ ഇരിക്കുന്ന ഗോപിമാർക്ക് കൃഷ്ണൻ തിരിച്ച് ആ കാലിമേക്കലൊക്കെ കഴിഞ്ഞ്
എന്താണ് വ്രജത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ പരമാനന്ദം ഉണ്ടായിരുന്നു. ഭഗവാനെ കാണുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തവരായ ഒരു ആനന്ദം ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ശ്ലോകത്തില് ഗോപിമാരുടെ വേദന എന്തെന്നും ഭഗവാനെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ആനന്ദം എന്തെന്നും ഒപ്പം പറഞ്ഞു വെച്ചു. ഭഗവാനെ കുറിച്ച് മേൽപ്പത്തൂര് ആ രാസക്രീഡയില് പറയുന്നുണ്ട്. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേഹി ത്വം നിതരാമങ്കാരമയ എന്ന് പറയുന്നല്ലോ. ആ ഒരു ശ്ലോകത്തില് പറയുന്നത് പോലെയാണ് വിരഹേഷു അങ്കാരമയ. ഭഗവാൻ വിരഹത്തിൽ അങ്കാരം കനല് പോലെയാണ്, ഉള്ളില് കനല് കോരിയിട്ടത് പോലെയാണ് വിരഹം കൊണ്ട്. ഭക്തി സൂത്രങ്ങളില് ശ്രീനാരദ മഹർഷി എന്താ ഭക്തി എന്നുള്ളതിന് ഒരു മറുപടി പറയുന്നത് ഇതാണ്. എന്താണ്? തത് വിരഹം തത് വിരഹേ പരമവ്യാകുലത. സംഗമത്തിലോ നിതരാം ശൃംഗാരമയശ്ച സംഗമേഹി. ഭഗവാൻ സംഗമത്തിൽ ശൃംഗാരമയന വിട്ടുപോവുകയില്ല. ആലിംഗന ചുംബനാദികളെ കൊണ്ട് അങ്ങനെ ആനന്ദിപ്പിക്കുന്ന ഒരു കാമുകനെ കാമുകിയെ ഒക്കെ പോലെയാണ് അടുത്തു വരുമ്പോൾ കൂടെ. എന്നാൽ ഒരു നിമിഷം അറിഞ്ഞു കഴിഞ്ഞാലോ കനല് കോരി ഉള്ളിലിടുന്നത് പോലെ. ഇങ്ങനെ നിതരാം അംഗ അരമയ. അല്ലയോ ഭഗവാനെ, അങ്ങ് ഇപ്രകാരത്തിൽ രമിച്ചു ഗോപിമാരോട് കൂടിയിട്ട്. അപ്പൊ ആ സംഗതികളൊക്കെ ഈ ഒരു ശ്ലോകത്തിൽ ക്ഷണം യുഗശതമിവ യാസാം ഏന വിനാ അഭവത്. അങ്ങനെ ഓരോ ക്ഷണങ്ങളും കൃഷ്ണവിരഹത്തിൽ വേദനാജനകമാവുകയും യുഗശതങ്ങൾ പോലും ക്ഷണം പോലെ ഭഗവത് ദർശനം കൊണ്ട് ആനന്ദമയമാവുകയും ചെയ്യുന്നതായ ഒരു നിമിഷം. അന്നാളെന്നു വരും അന്നാളെന്നു വരും എന്നിങ്ങനെയുള്ളൊരു ജിജ്ഞാസ നമ്മുടെ അവർക്കൊക്കെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പൻ്റെ സ്തോത്രം ജപിച്ചുകൊണ്ട് പ്രതേജസ്സുകൾ രുദ്രഗീതം ആലാപനം ചെയ്ത് വർത്തിച്ചതായ രുദ്രതീർത്ഥത്തിൽ നിന്ന് വരുന്നതായ ശീതളമയമായ കാറ്റേറ്റ് ഗുരുവായൂരപ്പൻ്റെ വാമഭാഗത്ത് ഇരുന്നും കൊണ്ട് ശ്രീനാമാചാര്യനെ പോലെയുള്ള അനേകം ആചാര്യന്മാരുടെ ആശിസ്സുകൾക്ക് പാത്രമായി കൊണ്ട് ഇവിടെ ഭാഗവതം ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ തന്നുകൊണ്ട് ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ. എല്ലാവർക്കും സർവത്ര